കണ്ണൂർ അഴീക്കോട് വെള്ളക്കല്ലിൽ RSS പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അർജുൻ ആയങ്കി ജയിലിലേക്ക്. അർജുൻ ആയങ്കി ഉൾപ്പെടെ 8 CPIM പ്രവർത്തകരെ കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് 5 വർഷം തടവിന് ശിക്ഷിച്ചത്. 2017 നവംബർ 20-നാണ് RSS പ്രവർത്തകരെ CPIM പ്രവർത്തകർ ആക്രമിച്ചത്. RSS പ്രവർത്തകരായ നിഖിൽ, അശ്വിൻ എന്നിവർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ കല്യാട്, വെള്ളക്കല്ലിലെ ആക്രമണ കേസിൽ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവർക്കെതിരായ നടപടിയുടെ വിവരങ്ങൾ. സുജി, അതായത് 2017 നവംബർ മാസം 20-നാണ് ഈ അഴീക്കോട് വെള്ളക്കലിൽ വെച്ച് RSS പ്രവർത്തകരായിട്ടുള്ള 2 പേരെ CPM പ്രവർത്തകർ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സംഭവത്തിൽ RSS പ്രവർത്തകരായിട്ടുള്ള നിഖിൽ, അശ്വിൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൽ നിഖിലിന്റെ പരിക്ക് വളരെ ഗുരുതരമായി മാറുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അർജുൻ ആയങ്കി ഉൾപ്പെടെ 8 CPM പ്രവർത്തകർക്ക് കോടതി 5 വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തിയിട്ടുമുള്ളത്. എന്തായാലും RSS പ്രവർത്തകരായിട്ടുള്ള ഈ നിഖിൽ, അതുപോലെ തന്നെ അശ്വിൻ എന്നിവർക്ക് ഈ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവർ ഒരു മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായിട്ടും പ്രാദേശികമായിട്ടുള്ള ചില സംഘർഷങ്ങളുടെയും ഒക്കെ തുടർച്ച എന്നോണമാണ് 2017 നവംബർ മാസം 20-ാം തീയതി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ആ ഘട്ടത്തിൽ CPM പ്രവർത്തകരായിട്ടുള്ളവരല്ല ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള വിശദീകരണമെല്ലാം CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ഇപ്പോൾ കോടതിയുടെ ശിക്ഷാവിധി വന്നതോടുകൂടി ഇതിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഇവരെയാണ് ഇപ്പോൾ 8 പേരെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതിൽ CPM-ന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള സജിത്ത്, അതുപോലെ തന്നെ ജോബ് ജോൺസൺ, സുജിത്ത്, നിജിത്ത് MV, അതിനു പുറമെ അർജുൻ ആയങ്കി, സുമിത് കെ, ശരത് കെ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കോടതി 5 വർഷം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവർക്ക് ഈ കോടതി 5 വർഷത്തേക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സുജിയ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അർജുൻ ആയങ്കി അടക്കം 8 CPIM പ്രവർത്തകർക്ക് 5 വർഷം തടവിന് വിധിച്ചിരിക്കുകയാണ്.